ജർമ്മനിയിലെ ബവേറിയ സ്റ്റേറ്റിൽ ആൽപ്സിന്റെ ചെരുവിലെ ഗ്രാമങ്ങളിലൂടെ ദീർഘമായ സഞ്ചാരം തുടരുകയാണ് ഞാൻ. ബെർച്ച്ടെസ്ഗാർഡൻ എന്ന പ്രദേശം ലക്ഷ്യമാക്കിയാണ് യാത്ര. അവിടെ നിന്നും ഒബർ സാൽസ്ബർഗിലേക്ക് പോകണം. തുടർന്ന് ആൽപ്സിന്റെ ഒരു കൊടുമുടിയുടെ മുകളിലുള്ള ഈഗിൾസ് നെസ്റ്റിലേക്കും. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈഗിൾസ് നെസ്റ്റ്. എന്റെ ബന്ധുവും സുഹൃത്തുമൊക്കെയായ ബിനുവിനോടൊപ്പമാണ് പോകുന്നത്. ഇന്ന് രാവിലെ മ്യൂണിക്കിൽ നിന്നും പുറപ്പെട്ടതാണ് ഞങ്ങൾ. അതിസുന്ദരമായ പ്രദേശങ്ങൾ, മെഴുത്ത പശുക്കൾ മേയുന്ന പുൽമേടുകൾ. സ്വിറ്റ്സർലൻഡ് മാത്രമല്ല, ആൽപ്സിനോട് ചേർന്ന് കിടക്കുന്ന ജർമ്മനിയുടെ ഭാഗങ്ങളും ഓസ്ട്രിയയുടെയും ഇറ്റലിയുടെയും ആൽപൈൻ ഭൂപ്രദേശങ്ങളും ഫ്രാൻസിന്റെ ആൽപ്സ് മേഖലയുമൊക്കെ അതിസുന്ദരങ്ങളാണ്. മലമ്പ്രദേശങ്ങളും ചെരുവുകളും താഴ്വരകളുമെല്ലാമായി അതീവ ഹൃദ്യമായ ഭൂപ്രകൃതി. പലയിടത്തും മേടുകളിൽ പുല്ലു വെട്ടിയൊരുക്കി ബണ്ടിലുകളാക്കി വച്ചിരിക്കുന്നത് കാണാം. ഓരോ പുരയിടത്തിലും പശുക്കൾ മേയുന്നുണ്ട്. വഴിയോരങ്ങളൊക്കെ ഈ വിധം വൃത്തിയോടെ കാണുന്നത് മനുഷ്യാധ്വാനത്തിന്റെ ഫലം കൂടിയാണ്. വളരെ ആസൂത്രിതമായി ഒരുക്കുന്ന പ്രദേശങ്ങളാണെല്ലാം. പ്രകൃതിയെ നശിപ്പിക്കുന്നതൊന്നും പണിതുവെക്കുന്നില്ല. പുൽമേടുകളിൽ ധാരാളം പശുക്കൾ മേഞ്ഞു നടക്കുന്നതും വിശ്രമിക്കുന്നതും ഈ യാത്രയിൽ കാണാം. വീടുകളുടെ ചുറ്റും മാത്രമാണ് ചെടികൾ കൊണ്ടുള്ള ചെറിയ വേലിക്കെട്ടുകൾ കാണുന്നത്. ആ കാഴ്ചകളിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ ബെർച്ച്ടെസ്ഗാർഡനിലേക്കെത്തി. ഇവിടെ ഹിൽഗർ കപ്പേള എന്നൊരു ചെറിയ പള്ളിയുണ്ട്. അതിന്റെ സമീപം ബിനു കാർ കൊണ്ടുചെന്ന് നിർത്തി. കുന്നുകളിലും താഴ്വരകളിലുമായി കുറേയേറെ വീടുകൾ. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിന്റെ ഒരു ഹേതു ഈ പുൽമേടുകൾ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. പാതയുടെ ഓരത്ത് പൗരാണിക ഭാവമുള്ള കപ്പേള, ട്രഡീഷണൽ ശൈലിയിൽ പണിത വീടുകൾ, ചെരിഞ്ഞ മേൽക്കൂരയുമായി നിൽക്കുകയാണ് അവ. ഇതിവിടുത്തെ ഒരു ക്ലിനിക്കാണ്, ക്രെയ്സ് ക്ലിനിക്. ബെർച്ച്ടെസ്ഗാർഡനിലെ പ്രധാന ആശുപത്രി ഇതാണ്. മരബാൽക്കണിയും ജാലകങ്ങളുമുള്ള വീടുകൾ. ഇവയ്ക്കെല്ലാം പൈതൃക ഭാവമുണ്ട്. 3ഉം 4ഉം നിലകളുള്ള വീടുകളാണ് പലതും. പക്ഷേ കാണുമ്പോൾ അത് 2 നിലയുള്ള ചെറുവീടാണെന്ന് തോന്നും. പാതയുടെ ഓരം ചേർന്ന് പുൽത്തകിടിക്കരികിലൂടെ ഞാൻ നടന്നു. മനോഹരമായ ഒരു ആംബിയൻസാണിവിടെ. നമ്മുടെ മലമ്പ്രദേശങ്ങളിലൊക്കെ പച്ചപ്പിന്റെ ഇത്തരം പുൽമേടുകൾ ഉണ്ടാക്കിയിട്ടാലേ ഇവരോട് മത്സരിക്കാൻ നമുക്കാവുകയുള്ളൂ. ഒഴിഞ്ഞുകിടക്കുന്ന ഏതു സ്ഥലവും കയ്യേറി സൗന്ദര്യമേതുമില്ലാത്ത കെട്ടിടങ്ങൾ പണിയുന്നതാണല്ലോ നമ്മുടെ രീതി. പാതയോരമാണെങ്കിൽ പടുത വലിച്ചുകെട്ടി വൃത്തികെട്ട ഒരു കട സ്ഥാപിക്കും. ആ വീട് കാണുക, മുകൾ നില പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ചതാണ്. കൈവരിയിൽ ചെറുചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. എല്ലാ കെട്ടിടങ്ങളും പരമ്പരാഗത ശൈലിയിൽ തന്നെ ഇപ്പോഴും നിലനിർത്തുകയാണ്. പുതിയ കാലത്ത് പണിയുന്നവയ്ക്കും പൗരാണിക ഭാവം നൽകുന്നതാണ് ഇവരുടെ രീതി. മരം കൊണ്ടുള്ള ലളിതമായ വേലി. ഇക്കാണുന്നത് ഒരു പോസ്റ്റ് ഓഫീസാണ്. മുന്നിൽ പോസ്റ്റ് ബോക്സും കാണാം. നടന്ന് ഞാൻ നേരത്തെ കണ്ട ക്ലിനിക്കിന്റെ സമീപത്തേക്കെത്തി. ക്രെയ്സ് ക്ലിനിക് ബെർച്ച്ടെസ്ഗാർഡൻ എന്ന ഇത് ഇവിടുത്തെ ജില്ലാ ആശുപത്രിയാണ്. പച്ചപ്പിന്റെ മേടുകൾ അനന്തമായി അങ്ങനെ നീണ്ടുപോവുകയാണ്. ഇലക്ട്രിക് കമ്പികളോ അത് വലിച്ചുകെട്ടിയിരിക്കുന്ന പോസ്റ്റുകളോ ഒന്നുമില്ല എവിടെയും. പ്രകൃതിയെ വൃത്തികേടാക്കുന്ന ഒന്നും തന്നെ എവിടെയും കാണുന്നില്ല. ഈ സ്ഥലം ഇങ്ങനെ തുറസായി കിടക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ സൗന്ദര്യം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെങ്കിൽ കെട്ടിടം വെച്ചില്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ 4 കൊടിമരങ്ങളെങ്കിലും സ്ഥാപിക്കും. ഇവിടെ കുന്നിന്റെ ചെരുവുകളെ അതേ വിധം തന്നെ വിട്ടിരിക്കുകയാണ്. തട്ടുകൾ തിരിച്ചിട്ടില്ല. അങ്ങകലെയുള്ള മലയുടെ ചെരുവിലും അതുതന്നെയാണ് കാഴ്ച. വനമില്ലാത്ത ഭാഗത്തെല്ലാം പുൽമേടുകളും ആ മേടുകൾക്കുള്ളിൽ അങ്ങിങ്ങായി വീടുകളുമുണ്ട്.
പച്ചപ്പിന്റെ പുതപ്പില്ലാത്ത ഒരു ഭാഗവും ഇവിടെ ഭൂമിക്ക് മേലെയില്ല. മണ്ണുമാന്തികൾ സൃഷ്ടിച്ച കുഴികൾ എവിടെയും കാണുന്നുമില്ല. ഇത് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുകയും പറയുകയും ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. ഇച്ഛാശക്തിയോടെ ആസൂത്രണം ചെയ്താൽ നമ്മുടെ നാടും ഇതേ വിധം സുന്ദരമാക്കാം. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവിടെ. ആരും പൊതുസ്ഥലത്ത് കൊടിമരം നാട്ടുന്നില്ല. തോന്നിയിടത്തെല്ലാം വൃത്തിഹീനമായ പടുതക്കടകൾ നിർമ്മിച്ചു വെച്ചിട്ടില്ല. പുറംപോക്കുകളിൽ തട്ടുകടകൾ സ്ഥാപിക്കുന്നില്ല. ഈ രാജ്യം സാമ്പത്തികമായി ഉന്നതിയിലാണെന്നതും ജനസംഖ്യ കുറവാണെന്നതുമെല്ലാമായിരിക്കാം ഈ കാണുന്ന വൃത്തിക്കും സൗന്ദര്യത്തിനും കാരണം. ബെർച്ച്ഡസ് ഗാർഡന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഞാൻ നടന്നു. കപ്പേളയുടെ പരിസരത്തൊന്നും ആരെയും കാണുന്നില്ല. കാറിൽ കയറി വീണ്ടും യാത്ര. ഇനി ബെർച്ച്ഡസ് ഗാർഡന്റെ പ്രധാന പട്ടണഭാഗത്തേക്കാണ് പോകുന്നത്. മുന്നിൽ കാണുന്ന വളവ് തിരിഞ്ഞ് താഴേക്കിറങ്ങിയാൽ പ്രധാന പട്ടണഭാഗത്തേക്കെത്താം. ഒരു ഭാഗത്തെത്തിയപ്പോൾ കുന്നിന്റെ വക്കിൽ കാർ ഒരിക്കൽ കൂടി നിർത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ അക്കാണുന്നതാണ് ബെർച്ച്ഡസ് ഗാർഡൻ പട്ടണം. ബവേറിയയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ബെർച്ച്ഡസ് ഗാർഡൻ. 8000-ഓളമാണ് ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലെ ജനസംഖ്യ. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള നല്ലൊരു പട്ടണം. അകലെ അക്കാണുന്നത് ഇവിടുത്തെ കാസിലാണ്. ബവേറിയൻ രാജകുടുംബത്തിന്റെ വേനൽക്കാല വാസയിടമായിരുന്ന കാസിൽ. അതിന്റെ ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നു. 12-ാം നൂറ്റാണ്ടിൽ ഒരു ക്രൈസ്തവ സന്യാസി മഠം നിലനിന്നിരുന്നിടത്താണ് പിന്നീട് കാസിൽ ഉയർന്നു വന്നത്. കുന്നിന്റെ ചെരുവുകളിലേക്കെത്തുമ്പോൾ പട്ടണം ഗ്രാമങ്ങൾക്ക് വഴിമാറുന്നു. ഗ്രാമങ്ങളിൽ വിശാലമായ പുൽമേടുകൾ, ട്രഡീഷണൽ ശൈലിയിലുള്ള നിരവധിയായ വീടുകൾ. എല്ലാ കാലത്തും ഭരണാധികാരികളുടെ ഇഷ്ടപ്രദേശമായതിനാൽ ബെർച്ച്ഡസ് ഗാർഡൻ പ്രതാപത്തോടെയാണ് നിലകൊണ്ടത്. മേഖലയിലെ ഒരു സാമ്പത്തിക കേന്ദ്രവുമായിരുന്നു ഇവിടം. അതിന് പ്രധാന കാരണം ഇവിടുത്തെ ഉപ്പ് ഖനികളാണ്. മലകൾ തുരന്ന് ഉള്ളിലേക്ക് ചെന്ന് ഉപ്പ് വെട്ടിയെടുത്തുകൊണ്ടിരുന്ന ഖനികൾ. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ഇവിടേക്ക് റെയിൽവേ ലൈൻ നീട്ടിയിരുന്നു. ബെർച്ച്ഡസ് ഗാർഡനിൽ മനോഹരമായി പണിത റെയിൽവേ സ്റ്റേഷൻ പിന്നീട് നാസികൾ ഹിറ്റ്ലറെയും ഉന്നത നേതാക്കളെയും സ്വീകരിക്കുന്ന ഒരു കേന്ദ്രമായി മാറ്റി. 12-ാം നൂറ്റാണ്ടിലാണ് ഈ മേഖലയിൽ മലകൾക്കുള്ളിൽ വലിയ ഉപ്പ് നിക്ഷേപം കണ്ടെത്തുന്നത്. അതോടെ മധ്യ ബവേറിയയിലെ സമ്പന്ന പ്രദേശമായി മാറി ബെർച്ച്ഡസ് ഗാർഡൻ. പാതയോരത്തും മരം കൊണ്ടുള്ള വേലിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു നാടിന്റെ പൈതൃകത്തിന് ചേർന്ന വിധമായിരിക്കണം അവിടുത്തെ റോഡരികിൽ സ്ഥാപിക്കുന്ന കൈവരി പോലും എന്നതാണ് അത് നൽകുന്ന സൂചന. താഴെ ബഹുനിലയുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ കാണാം. അതിന്റെ മുകളിൽ ചെരിഞ്ഞ മേൽക്കൂര നൽകുന്നതോടെ ആധുനികമായ ആ കെട്ടിട സമുച്ചയത്തിനും ഒരു പൈതൃക ഭാവം കൈവരുന്നു. അതാണ് ബുദ്ധിപൂർവമായ ആർക്കിടെക്ചറൽ പ്രവൃത്തി. ഞാൻ ആ കാഴ്ചകൾ കണ്ടു നിൽക്കെ ബിനു കാറുമായി അരികിലേക്ക് വന്നു. അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഇവിടം. മുൻപ് വിശുദ്ധ റോമാ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഒരു പ്രിൻസിപ്പാലിറ്റിയായിരുന്നു ബെർച്ച്ഡസ് ഗാർഡൻ. അക്കാലത്താണ് ഇവിടെ മൊണാസ്ട്രികൾ സ്ഥാപിക്കപ്പെടുന്നത്. നെപ്പോളിയനിക് യുദ്ധകാലത്ത് ഫ്രഞ്ച് സൈന്യം ഈ മേഖല കൈവശപ്പെടുത്തിയെങ്കിലും ബവേറിയൻ സേന അത് തിരികെ പിടിക്കുകയായിരുന്നു. തുടർന്ന് ബവേറിയൻ രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായി പ്രദേശം. ഇവിടെ നിന്നും നേരെ മുന്നോട്ടു പോയാൽ റോയൽ കാസിലിന് സമീപത്തേക്കെത്തും. ഇപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകുന്നില്ല. കാർ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ഒബർ സാൽസ്ബർഗിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അവിടെ ചെന്നിട്ട് വേണം ഈഗിൾസ് നെസ്റ്റിലേക്ക് പോകാൻ. 1920-കൾ മുതൽ 2-ാം ലോകമഹായുദ്ധം അവസാനിക്കുന്നതുവരെയുള്ള കാലത്ത് നാസി നേതാക്കളുടെ സാന്നിധ്യവും സൈനിക സാന്നിധ്യവുമുള്ള പട്ടണമായിരുന്നു ഇത്. ഒബർ സാൽസ്ബർഗും ഈഗിൾസ് നെസ്റ്റും നാസി നേതാക്കളുടെ താവളമായതോടെ അവിടേക്കെത്തും മുൻപുള്ള ഒരു ഔട്ട്പോസ്റ്റ് എന്ന നിലയിൽ ബെർച്ച്ഡസ് ഗാർഡൻ പ്രവർത്തിച്ചു. അക്കാലത്ത് നാസി സൈനിക ഓഫീസുകളും രഹസ്യ പോലീസിന്റെ താവളങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മരക്കൈവരിയുള്ള പാതയും ട്രഡീഷണൽ ശൈലിയിലുള്ള വീടുകളും പുൽമേടുകളും മരക്കൂട്ടങ്ങളുമെല്ലാമായി ആരെയും കൊതിപ്പിക്കുന്ന ഒരു പ്രദേശം.
ബെർച്ച്ഡസ് ഗാർഡനർ ആഹെ എന്നറിയപ്പെടുന്ന ഒരു നദിയും ഈ പ്രദേശത്തുകൂടി ഒഴുകുന്നുണ്ട്. ഇക്കാണുന്നത് ഇവിടുത്തെ ജിംനേഷ്യമാണ്. പുൽത്തകിടിക്ക് നടുവിൽ 3ഉം 4ഉം നിലയുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ. ലോഡ്ജുകളും ഡോർമിറ്ററികളും ഹോം സ്റ്റേകളുമെല്ലാം ധാരാളമുണ്ടിവിടെ. ചെടികൾ കൊണ്ടാണ് മതിൽ നിർമ്മാണം. മുന്നിൽ ഇക്കാണുന്നത് ഒരു റെസ്റ്റോറന്റാണ്. ഹോഫ്ബ്രോ ഹൗസ് റെസ്റ്റോറന്റ്. 17-ാം നൂറ്റാണ്ട് മുതൽ പ്രവർത്തിച്ചു വരുന്നതാണ് അത്. ഇവിടുത്തെ പല പുരാതന കെട്ടിടങ്ങളും റെസ്റ്റോറന്റുകളും ഹോം സ്റ്റേകളുമായി മാറിക്കഴിഞ്ഞു. പണ്ട് ഖനികളിൽ നിന്നുമെത്തുന്ന ഉപ്പ് സംഭരിച്ചിരുന്ന വലിയ ഗോഡൌണുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ലോഡ്ജുകളും ഹോട്ടലുകളുമായി മാറിയിരിക്കുന്നു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ മറ്റൊരു മലയിലേക്ക് കയറുകയാണ്. കുന്നുകളിൽ അങ്ങിങ്ങായി ജനവാസയിടങ്ങൾ. അത് കഴിയുന്നതോടെ വനസമാനമായ പ്രദേശത്തേക്കെത്തുന്നു. ഒബർ സാൽസ്ബർഗ് വരെ കാറിൽ പോകാനാവൂ. ഒബർ സാൽസ്ബർഗ് ഓസ്ട്രിയൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമാണ്. സാൽസ്ബർഗ് എന്ന പേരിൽ ഓസ്ട്രിയയിൽ ഒരു വലിയ പട്ടണമുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ഉപ്പ് ഖനനവുമായി ബന്ധപ്പെട്ട് ജനവാസം ആരംഭിച്ച പ്രദേശമാണ് ഒബർ സാൽസ്ബർഗ്. പിന്നീടത് നല്ലൊരു സുഖവാസ കേന്ദ്രമായി വളരുകയായിരുന്നു. നാസി ഭരണകാലത്ത് എത്രയോ ഔദ്യോഗിക വാഹനങ്ങൾ പതിവായി നീങ്ങിയിരുന്ന പാതകളാണിത്. ഈഗിൾസ് നെസ്റ്റിലേക്ക് പോകാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമായ ബസ്സുകളുണ്ട്. ഇവിടെ ഒരു പാർക്കിംഗ് യാർഡുണ്ട്. വലിയൊരു പാർക്കിംഗ് യാർഡാണ്. ധാരാളം കാറുകൾ നിരന്നു കിടക്കുന്നു. നിരവധി ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ടെന്നതിന്റെ സൂചനയാണിത്. സൗകര്യപ്രദമായ ഒരിടത്ത് കാർ പാർക്ക് ചെയ്ത് ബിനു വന്നു. ബസ്സിൽ വേണം ഈഗിൾസ് നെസ്റ്റിലേക്ക് പോകാൻ. ഡോക്യുമെന്റേഷൻ സെന്റർ എന്ന ഒരു സ്ഥാപനമാണ് ഇക്കാണുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു റെസ്റ്റോറന്റും മറ്റുമാണ് പ്രവർത്തിക്കുന്നത്. ഡോക്യുമെന്റേഷൻ സെന്റർ മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. പഴയകാല രേഖകളാണ് ഡോക്യുമെന്റേഷൻ സെന്ററിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 1928 മുതലുള്ള ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട രേഖകളാണ് അവിടെ കൂടുതലായുമുള്ളത്. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ഇവിടമൊക്കെ അതീവ പ്രതാപത്തോടെയാണ് നിലനിന്നിരുന്നത്. ഇന്നും സുന്ദരമായി തന്നെ സംരക്ഷിക്കുന്നുണ്ട്. വൃത്തിഹീനമായതൊന്നും ഇവിടെ എങ്ങുമില്ല. ആ പടവുകൾ കയറി മുകളിൽ ചെന്നിട്ട് വേണം ബസ് ടിക്കറ്റ് എടുക്കാൻ. ടൂറിസ്റ്റുകൾക്കായി ഇവിടെ നിന്നും പതിവായി ബസ്സുകൾ കൊടുമുടിയുടെ മുകളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഈഗിൾസ് നെസ്റ്റിലേക്കുള്ള ടിക്കറ്റുകൾ ലഭിക്കുന്നത് ഇടതുവശത്താണെന്ന് ബോർഡ്. വലത്തോട്ട് പോയാൽ ഡോക്യുമെന്റേഷൻ സെന്ററിലും എത്താം. ആഡംബര ബസ്സുകളിലും ധാരാളം ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പാക്കേജ് ടൂറിന്റെ ഭാഗമായി എത്തിയ സംഘങ്ങളാണത്. മ്യൂണിക്കിൽ നിന്നുമാണ് ഈഗിൾസ് നെസ്റ്റിലേക്ക് പ്രധാനമായും ബസ് ടൂറുകൾ നടക്കുന്നത്. ഞങ്ങൾ ബസ് പുറപ്പെടുന്നിടത്തെത്തി. ആ ചുവന്ന ബസ്സുകളാണ് ഈഗിൾസ് നെസ്റ്റിലേക്ക് സർവീസ് നടത്തുന്നത്. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ബസ്സുകൾ പുറപ്പെടും. 2 പേർക്കും പർവ്വതമുകളിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കണം. ബിനു അതിനായി പോയി. ആ സമയത്ത് ഞാൻ ബസ് സ്റ്റേഷനിൽ ഒന്ന് ചുറ്റി നടന്നു. മുൻഗണനാക്രമത്തിൽ പുറപ്പെടുന്ന ബസ്സുകൾ ബസ് 1, ബസ് 2 എന്നിങ്ങനെ നമ്പറുകൾ കാണിക്കും. കുറെ പേർ അടുത്ത ബസ്സിൽ ഈഗിൾസ് നെസ്റ്റിലേക്ക് പോകാനായി കാത്തു നിൽക്കുന്നുണ്ട്. ഗ്രേ ഹോണ്ട് ഇനത്തിൽപ്പെട്ട ശ്വാനനുമായാണ് ഒരാൾ വന്നിരിക്കുന്നത്. അവൻ ഇവിടുത്തെ താരമായിരിക്കുന്നു. മൃഗങ്ങളോട് വളരെ കരുണയും സ്നേഹവും കാണിക്കുന്നവരാണ് പാശ്ചാത്യർ. ബിനു ടിക്കറ്റ് എടുത്തു വന്നു. ഞങ്ങൾ ബസ്സിലേക്ക് ചെന്നു കയറി. ബസ് പുറപ്പെടുകയായി. 2-ാം നമ്പർ ബസ്സിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഒബർ സാൽസ്ബർഗിൽ നിന്നും
ഈഗിൾസ് നെസ്റ്റിലേക്ക് 8 കിലോമീറ്റർ ദൂരമുണ്ട്. അത്രയും ദൂരം സ്വകാര്യ വാഹനങ്ങൾ ഈ പാതയിലൂടെ വിടില്ല. വീതി കുറഞ്ഞ ഒരു പർവ്വതപാതയാണ് ഇതെന്നതാണ് അതിന് കാരണം. ഒരേ സമയം ഒരു വാഹനത്തിനെ പോകാനാവൂ. സൈഡ് കൊടുക്കാനുള്ള വീതിയില്ല. പ്രൈവറ്റ് വാഹനങ്ങൾ നിരന്തരം ഇതിലെ ഓടിയാൽ വലിയ അസൗകര്യമാകും. ഈ ബസ്സുകളാകട്ടെ കൃത്യമായ സമയം പാലിക്കുന്നുണ്ട്. 2 ബസ്സുകൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ മറ്റു 2 മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വരും. ആകെ ദൂരത്തിന്റെ ഒത്ത മധ്യത്തിൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാവുന്ന ഒരിടമുണ്ട്. ബസിന്റെ മുൻ സീറ്റിൽ തന്നെയാണ് ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചത്. പാതയുടെ ഇരുഭാഗത്തും പൈൻ മരക്കാടുകളാണ്. പർവ്വതമുകളിലേക്കുള്ള ഈ പാത പണിയിച്ചതും പ്രദേശം തന്നെ ഇങ്ങനെ ഒരുക്കിയെടുത്തതും അഡോൾഫ് ഹിറ്റ്ലറാണ്. സുഖവാസ കേന്ദ്രം എന്നതിനൊപ്പം വനപാതയിലൂടെ ചെന്നെത്തുന്ന പർവ്വതമുകളിലെ പ്രദേശത്തിന്റെ ഗൂഢസ്വഭാവവും തന്റെ ഒരു താവളമായി ഇവിടം തെരഞ്ഞെടുക്കാൻ ഹിറ്റ്ലറെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഈഗിൾസ് നെസ്റ്റ്. അവിടെ നിന്നും താഴേക്കുള്ള കാഴ്ച അതിമനോഹരമാണ്. അവിടെ ഇരുന്നാണ് നാസി പാർട്ടിയെ സംബന്ധിക്കുന്നതും യൂറോപ്പിന്റെ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്നതുമായ പല സുപ്രധാന തീരുമാനങ്ങളും ഹിറ്റ്ലർ കൈക്കൊണ്ടത്. തന്റെ ഏറ്റവും അടുത്ത ആളുകളുമായി ചർച്ചകൾ നടത്തിയിരുന്നതും അവിടെ വച്ചാണ്. മുസോളിനി വരെ ഹിറ്റ്ലറോടൊപ്പം അവിടെ വസിച്ചിട്ടുണ്ട്. പാത വികസിപ്പിക്കുന്നതിനായി നാസികൾ യുദ്ധത്തടവുകാരെ ഉപയോഗപ്പെടുത്തിയിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തടവുകാരായിരുന്നു കൂടുതലും. പാറകൾ പൊട്ടിച്ചു നീക്കിയും ടണലുകൾ നിർമ്മിച്ചുമാണ് പാത യാഥാർത്ഥ്യമാക്കിയത്. 5 ടണലുകൾ അന്ന് ഈ പാതയിൽ നിർമ്മിച്ചിരുന്നു. ഹിറ്റ്ലറുടെയും നാസി ഉദ്യോഗസ്ഥരുടെയും ജീപ്പുകൾ മാത്രമാണ് അക്കാലത്ത് ഇതുവഴി പോയിരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പാത ആകെ ഒന്ന് നവീകരിച്ചു. 2007 ഇന്ന് കാണുന്ന വിധം പാത സുഗമമാക്കിയത്. പണ്ട് നാസി പാർട്ടിയിലെ തന്നെ സാധാരണ പ്രവർത്തകർക്ക് ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നില്ല. പ്രത്യേക അനുമതിയുള്ള ഉയർന്ന നേതാക്കൾക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും മാത്രമായിരുന്നു ഈഗിൾസ് നെസ്റ്റിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. ഹിറ്റ്ലർ ഈഗിൾസ് നെസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് അവിടേക്കുള്ള മറ്റു വാഹനങ്ങളെല്ലാം തന്നെ നിരോധിക്കുന്നതായിരുന്നു പതിവ്. ഇപ്പോൾ യഥാർത്ഥ ആൽപ്സിന്റെ കാഴ്ചകളിലേക്ക് എത്തിയിരിക്കുന്നു. മഞ്ഞുമൂടിയ കൊടുമുടികൾ മുന്നിൽ കാണാം. വലിയ ഗിരിശിഖരങ്ങൾ. അതിഗംഭീരമായ ആൽപ്സിന്റെ കാഴ്ചയാണ്. സ്വിറ്റ്സർലൻഡിൽ കാണുന്ന അതേ പ്രകൃതി ദൃശ്യങ്ങളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ജർമ്മനിക്ക് ഇങ്ങനെ ഒരു ഭാഗമുണ്ടെന്ന് അധികം ആർക്കും അറിയില്ല. സുന്ദരമായ പ്രദേശമാണെങ്കിലും ഈഗിൾസ് നെസ്റ്റിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ ഹിറ്റ്ലർ ഭയന്നിരുന്നു എന്നും ഒരു കഥയുണ്ട്. പെട്ടെന്ന് ഒരു ആക്രമണമുണ്ടായാൽ രക്ഷപ്പെടാൻ വിഷമമാണെന്നതാണ് അതിന് കാരണം. ഇങ്ങനെയുള്ള പല ടണലുകളുണ്ട് പാതയിൽ. ഗംഭീരമായൊരു അനുഭവം തന്നെയാണ് ഈ പർവ്വതപാതയിലൂടെയുള്ള യാത്ര. അതിന്റെ ഫീൽ പ്രേക്ഷകർക്ക് കൂടി ലഭിക്കും മട്ടിൽ ദൃശ്യങ്ങളെല്ലാം ഞാൻ പകർത്തിയെടുത്തുകൊണ്ടിരുന്നു. ഒരു വശത്ത് അഗാധതയാണ്. പർവ്വതത്തിന്റെ വക്കിലൂടെയാണ് ബസ് പോകുന്നത്. കുറേ ഓടി ഒരു ഭാഗത്തെത്തുമ്പോൾ അങ്ങു താഴെ ബെർസ്റ്റസ് ഗാർഡൻ പട്ടണം കാണാം. അവിടെ നിന്നുമാണ് ഞങ്ങൾ ഈഗിൾസ് നെസ്റ്റിലേക്കുള്ള യാത്ര പുറപ്പെട്ടത്. അവിസ്മരണീയമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന യാത്ര. പർവ്വതമുകളിൽ ഈഗിൾസ് നെസ്റ്റ് എന്നൊരു താവളം പണിയുമ്പോൾ ഈ കാഴ്ചകൾ തന്നെയാവും ഹിറ്റ്ലറെ ആകർഷിച്ചത്. പാറ പൊട്ടിച്ച് നീക്കിയുണ്ടാക്കിയ പാത. ഈ കല്ലിന് തന്നെ ഒരു ഭംഗിയുണ്ട്. വെളുപ്പ് നിറമുള്ള ലൈംസ്റ്റോൺ ആണ്. സഹ്യപർവ്വതത്തിലേതുപോലെ കറുത്ത നിറമുള്ള കല്ലല്ല. മുന്നിൽ പോകുന്നത് 1-ാം നമ്പർ ബസ്സാണ്. അതിലുമുണ്ട് നിറയെ ആളുകൾ. ഇതൊരു അതിർത്തി പ്രദേശമാണ്. ഒരു ഭാഗത്ത് ഓസ്ട്രിയയാണുള്ളത്. അത് പർവ്വതത്തിന്റെ മറ്റൊരു ചെരുവിലാണ്. ഈഗിൾസ് നെസ്റ്റ് ചില സമയത്ത് പൂർണ്ണമായും മൂടൽമഞ്ഞിൽ മൂടിപ്പോകാറുണ്ട്. ഞാൻ 15 വർഷം മുൻപ് വന്നിട്ടുള്ള സ്ഥലമാണിത്. അന്ന് ഈഗിൾസ് നെസ്റ്റിന്റെ കുറേ ഭാഗം
മൂടൽ മഞ്ഞിനാൽ മൂടി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായി കാണാനായിരുന്നില്ല. ബസ് പർവ്വതമുകളിലെ സ്റ്റേഷനിലേക്കെത്തി. ആളുകളെല്ലാം ഇറങ്ങുകയാണ്. ഇപ്പോഴും ഈഗിൾസ് നെസ്റ്റ് എന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. ബസ് ഇവിടം വരെ മാത്രമേ വരികയുള്ളൂ. ഇനി പർവ്വതത്തിന് മുകളിലേക്ക് കയറേണ്ടതുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഈഗിൾസ് നെസ്റ്റ്. ഈ ടണലിലൂടെ അകത്തു കയറി ലിഫ്റ്റ് വഴി വേണം അവിടെ എത്താൻ. ഈഗിൾസ് നെസ്റ്റ് എന്ന വിസ്മയത്തിലേക്ക് കയറുന്നതിനു മുൻപ് വ്യൂ പോയിന്റിൽ കാഴ്ചകളിൽ മുഴുകി ഞാൻ അല്പനേരം നിന്നു.